വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വടകരയിലെ വാഹനാപകടം. പ്രതി ഷജീലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി കോഴിക്കോട് സെക്ഷൻ കോടതി. മുള്ളമ്പത്ത് ഉപ്പുമ്മൽ പാറക്കടത്ത് ഛർദിയും ശാരീരിക അസ്വസ്ഥതകളും. ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. KMCC വോളിമേളയിൽ ഇന്ന് സെമി ഫൈനൽ. ഏറ്റുമുട്ടാനൊരുങ്ങി കേരള പോലീസും IOB ചെന്നൈയും. വാർത്തകൾ വിശദമായി. അഴിയൂരിൽ 9 വയസ്സുകാരിയെ വാഹനമിടിച്ച് കോമാവസ്ഥയിലാക്കിയ കേസിലെ പ്രതി ഷജീലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോഴിക്കോട് സെക്ഷൻ കോടതി തള്ളി. കഴിഞ്ഞ ഫെബ്രുവരി 17-നാണ് ചോറോട് വെച്ച് അപകടം നടന്നത്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ പ്രതി ഷജീൽ ഓടിച്ച കാർ അമിത വേഗത്തിൽ വരികയും 62 വയസ്സുകാരിയെയും കൊച്ചുമകളെ ഇടിപ്പിച്ച് തെറിപ്പിക്കുകയുമായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ മുത്തശ്ശി ബേബി സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയും ദൃശാന ഗുരുതരമായി പരിക്കേറ്റ് അബോധാവസ്ഥയിലാകുകയും ചെയ്യുകയായിരുന്നു. അപകടം ഉണ്ടാക്കിയിട്ടും നിർത്താതെ വാഹനം ഓടിച്ചു. അപകട വിവരം മറച്ചുവെച്ച് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും പണം തട്ടി. അപകടശേഷം പ്രതി വിദേശത്തേക്ക് കടന്നു തുടങ്ങിയ 3 കാര്യങ്ങളായിരുന്നു പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. വിദേശത്തുള്ള ഷജീലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ് ഇപ്പോൾ പോലീസ്. നരിപ്പറ്റ് പഞ്ചായത്തിലെ മുള്ളമ്പത്ത് ഉപ്പുമ്മൽ പാറക്കടുത്ത് വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഏതാനും പേർക്ക് ഛർദിയും മറ്റ് ശാരീരിക അസ്വസ്ഥതകളും. ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ്. നരിപ്പറ്റ പഞ്ചായത്തിലെ മുള്ളമ്പത്ത് ഉപ്പുമ്മൽ പാറക്കടത്ത് ആയുഷ്മാൻ ആരോഗ്യ മന്ദിരത്തിൻ്റെ പരിധിയിൽ വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഏതാനും പേർക്ക് ഛർദിയും മറ്റ് ശാരീരിക അസ്വസ്ഥതകളും ഉണ്ടായി. ഇതിനെ തുടർന്ന് ഒരുപാട് പേർ ചികിത്സ തേടിയതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാരോൺ MA അറിയിച്ചു. തിരുവമ്പറമ്പ് ലൂളി ഗ്രൗണ്ടിൽ നടക്കുന്ന KMCC അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിൽ ഇന്ന് സെമി ഫൈനൽ. പോരാട്ട മത്സരത്തിന്റെ 5ാം ദിനമായ ഇന്ന് കേരള പോലീസും IOB ചെന്നൈയും തമ്മിൽ ഏറ്റുമുട്ടും. പരം പ്രൈം വോളി താരങ്ങളാണ് വിവിധ ടീമുകൾക്ക് വേണ്ടി കളത്തിലിറങ്ങിയത്. കേരളത്തിലെ പ്രമുഖ കോളേജുകൾ പങ്കെടുക്കുന്ന ഇന്റർ കോളേജ് വോളിബോൾ ചാമ്പ്യൻഷിപ്പും ഇതിന്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. പ്രവാസ ലോകത്തു നിന്നും കേരളത്തിനകത്തും പുറത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന KMCC വോളിബോൾ ടൂർണമെന്റ് വഴി വിദ്യാഭ്യാസ, സാമൂഹിക, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്തുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഇന്നലെ നടന്ന പോരാട്ട മത്സരത്തിൽ 2-നെതിരെ 3 സെറ്റ് ജയിച്ചാണ് IOB ചെന്നൈ ജേതാക്കളായത്.